നമസ്കാരം, വെൽക്കം ടു കേരള ക്രിക്കറ്റ് കഫേ. ചെന്നൈ സൂപ്പർ കിങ്സ് വേഴ്സസ് SRH മാച്ചിൽ ചെന്നൈ നല്ല 8 നിലയിൽ പൊട്ടി അവരുടെ സാധ്യതകളെല്ലാം നശിപ്പിച്ച് നാറാണക്കല്ലാക്കി ഒരവസ്ഥയിൽ വന്ന് നിൽക്കുകയാണ് ഈ മാച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക്. ശരിക്കും ചെന്നൈ ഒഴിച്ച് ബാക്കി എല്ലാവർക്കും ചെന്നൈ കയറണമെന്നുള്ള രീതിയിൽ ചെന്നൈ ഹെൽപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഡൽഹി ഇന്നലെ കളി ജയിച്ചു, അതുപോലെ തന്നെ RCB ഇന്നലെ കളി ജയിച്ചു. എല്ലാം ചെന്നൈക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള രീതിയിൽ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സ്ഥിതിയിൽ നിന്ന് വന്നിട്ട് ഈ ഒരു മാച്ച് തോൽക്കുക എന്ന് പറഞ്ഞാൽ ചെന്നൈ ഫാൻസിനെ സംബന്ധിച്ച് വളരെ ഡിസപ്പോയിൻറ്റിംഗ് ആണ്. കളി കണ്ടുകൊണ്ടിരുന്ന എന്നെ സംബന്ധിച്ച് ശരിക്കും പറഞ്ഞാൽ ശരിക്കും ദേഷ്യം വന്നു. പ്രത്യേകിച്ചും ഒരു ഋതുരാജ് ഗെയ്ക്വാഡിൻ്റെ ഇന്നിങ്സ്, അതുപോലെ ഇവരുടെ ഒരു ടോട്ടലിൻ്റെ കാര്യത്തിലുള്ള സ്റ്റീഫൻ ഫ്ലമിങ്ങിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഫസ്റ്റ് ഇന്നിങ്സിൻ്റെ സമയത്ത് എന്ന് വേണ്ട ഒരുപാട് കാര്യങ്ങളിൽ വളരെ ഡിസപ്പോയിൻറ്റിങ്ങും ഫ്രസ്ട്രേറ്റിംഗും ആയിരുന്നു ചെന്നൈയുടെ ഇന്നത്തെ ഒരു പെർഫോമൻസ്. എന്നെ സംബന്ധിച്ച് 180 എന്ന് പറഞ്ഞൊരു സ്കോർ, അത് ടോസ് കിട്ടി ചെന്നൈ ബാറ്റ് ചെയ്യാൻ തീരുമാനിക്കുന്നു, 180 സ്കോർ അടിക്കുന്നു. 19 ഓവറിൽ SRH അത് ഫിനിഷ് ചെയ്ത് കയറിപ്പോകുന്നു. ഇഷാൻ കിഷൻ ടാറ്റ വിസിലടിച്ച് ടാറ്റ ബൈ ബൈയും പറഞ്ഞിട്ട് കയറിപ്പോകുന്നു. അതാണ് അവസ്ഥ. ബ്രോ, എന്താണ് ചെന്നൈ ഡിസപ്പോയിൻറ്റ് ചെയ്തില്ലേ? എന്നെ ശരിക്കും ഡിസപ്പോയിൻറ്റ് ചെയ്തു. എനിക്ക് പറയാനുള്ളത്, ഇന്ത്യൻ സെലക്ടേഴ്സ് ഈ ഇന്നിങ്സ് കാണാതെ പോകരുത്. നിങ്ങൾ ഇന്ത്യ A ടീമിനെ പ്രഖ്യാപിച്ചു, തിലക് വർമ്മ ക്യാപ്റ്റനായി ശ്രീലങ്കയിൽ അയക്കുന്നു, അതിൽ നിങ്ങൾ ഉൾപ്പെടുത്തിയില്ല. നിങ്ങൾ ഈ ഒരു ഇന്നിങ്സ് കാണാതെ പോകരുത്. ഈ ഒരു ഇന്നിങ്സിൻ്റെ ബേസിസിൽ ഈ ഒരു പ്ലെയറിനെ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് നീതികേടാണ്, അത് അങ്ങേയറ്റം മോശമാണ് കാണിക്കുന്നത്. ഇനി അടുത്ത ഇന്ത്യക്ക് ടീം സ്ക്വാഡ് വരുന്നത് അഫ്ഗാനുമായിട്ടുള്ള ടെസ്റ്റാണ്. അതിൽ നിങ്ങൾ ഋതുരാജിനെ ഇൻക്ലൂഡ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ കളിക്കാരനോട് ചെയ്യുന്ന ഏറ്റവും വലിയ നീതികേടാണ്. പുള്ളി ഇങ്ങനത്തെ ഒരു ഇന്നിങ്സ് നിങ്ങളുടെ മുന്നിൽ T20 പോലും ഷോക്കേസ് ചെയ്യുന്നുണ്ട്, എന്നിട്ട് നിങ്ങൾ ഇതിനെതിരെ കണ്ണടച്ചിരിക്കരുത്. ആ ടീമിൽ ഋതുരാജ് ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ സഹിതം BCCIക്കെതിരെ പോസ്റ്റ് ഇടും. പ്രതിഷേധിക്കും. പോട്ടെ, ഈ ഒരു ഇന്നിങ്സ് 15 റൺസ് 21 ബോളിൽ ക്രിമിനൽ എന്ന് പറഞ്ഞാൽ ക്രിമിനൽ ഇന്നിങ്സ്. ഇത്രയും ദിവസം ഋതുരാജ് ഗെയ്ക്വാഡ് കളിച്ചതെല്ലാം നമുക്ക് ക്ഷമിക്കാം, ഇന്ന് കളിച്ചത് ക്രിമിനൽ. അതുപോലെ തന്നെ എനിക്ക് ഏറ്റവും ഒരു നെഗറ്റീവായിട്ട് തോന്നിയത് സ്റ്റീഫൻ ഫ്ലമിങ് ചെന്നൈയുടെ ബാറ്റിങ്ങിൻ്റെ ഇടയ്ക്ക് ഒരു ഇൻ്റർവ്യൂവിൽ വന്നിട്ട് 175 ഈസ് എ സേഫ് സ്കോർ എന്ന് പുള്ളി പറയുകയാണ് ആസ് എ കോച്ച്. എന്താണ് ഇവർ ഒരു കോച്ചിങ് സ്റ്റാഫ് എന്നുള്ള രീതിയിൽ ടീമിന് കൊടുക്കുന്ന ഒരു മോട്ടീവ് എന്താണ്? അവർ സെറ്റിൽ ആവുകയാണ് 175, അതും SRHനെ പോലെ ബാറ്റിംഗ് ഡോമിനേറ്റഡ് ആയിട്ടുള്ള ഒരു ടീമിൻ്റെ ഇടയ്ക്ക്. എനിക്ക് അപ്പോൾ തന്നെ എൻ്റെ മൂഡ് പോയി. ഇവരെന്താണ് ശരിക്കും എന്താ ഇവർ ഉദ്ദേശിക്കുന്നത്? 175 അപ്പോൾ ഋതുരാജിൻ്റെ ഒക്കെ കളിക്കാം ജസ്റ്റിഫൈ ചെയ്യുന്ന രീതിയിലാണ് ഋതുരാജ് കളിക്കുന്നത്. അതിനകത്തിൽ ഇന്റർവ്യൂർ ചോദിച്ചത് ഈ ഋതുരാജിന്റെ മെല്ലെപ്പോക്കിനെ കുറിച്ച് തന്നെയാണ്. അപ്പൊ പുള്ളി 175 ഗുഡ്, ഓക്കെ, അത് തെറ്റ് പറ്റിയതാണെന്ന് ഇരിക്കട്ടെ. ഋതുരാജിന്റെ ഇന്നിങ്സിനെ പുള്ളി ജസ്റ്റിഫൈ ചെയ്യുന്നത് എങ്ങനെയാണെന്നറിയോ? ഇത് കുറച്ച് ഓൾഡ് സ്കൂളാണ്, കുഴപ്പമില്ല, ഞങ്ങൾ ഇങ്ങനെ സ്റ്റിക്ക് ഓൺ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത്. അതായത് എത്ര കിട്ടിയാലും ഞാൻ നന്നാവത്തില്ല, ഞങ്ങൾക്ക് ഇത് മതിയെന്ന്. നിങ്ങളൊരു കാര്യം, ആസ് എ CSK, ഞാൻ ഒരു CSK ഫാനല്ല, പക്ഷേ CSK ഫാൻസിൻ്റെ അടുത്ത് എനിക്ക് ചോദിക്കാനുള്ള ഒരു ചോദ്യം, നിങ്ങൾ ഈ ടീമുമായിട്ട് IPL പോലെയുള്ള കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ നിങ്ങൾ ക്വാളിഫൈ ആകും എന്നാണോ വിചാരിക്കുന്നത്? നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഈ ടീമുമായിട്ട് പോകേണ്ടത് IPL കളിക്കാനല്ല, സന്തോഷ് ട്രോഫി വള്ളംകളി കളിക്കാനാണ്. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്വാളിഫൈ ആവും. അല്ലാതെ ഈ IPL കൂട്ട്, ഈ IPL ഒരു ടീം ക്വാളിഫൈ ആവുന്ന ഒരു ടീം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേൾഡ് കപ്പിന് വരുന്ന വിന്നിങ് ടീമിനെ പോലും തോൽപ്പിക്കാൻ പൊട്ടൻഷ്യലി ഉള്ള ടീമുകളാണ്. അപ്പം നിങ്ങൾക്ക് പല റീസൺസ് കൊണ്ട് ജസ്റ്റിഫൈ ചെയ്യാം, ഇഞ്ചുറിയാണ്, അതാണ് ഇതാണ്. ആർക്കാണ് ഇഞ്ചുറി ഇതിനകത്തിൽ? ആർക്കാ ഇഞ്ചുറി? മാത്രയ്ക്ക് ഇഞ്ചുറി പറ്റി, ഉർവിൽ പട്ടേൽ ഉണ്ട് പൊട്ടൻഷ്യലി റീപ്ലേസ് ചെയ്യാൻ. ധോണിക്ക് ഇഞ്ചുറി പറ്റി, ധോണി അല്ലെങ്കിലും കളിക്കത്തില്ല വന്നാൽ തന്നെ. പിന്നെ ആർക്കതിനകത്തിൽ ഇഞ്ചുറി? നിങ്ങൾക്ക് ബോളർ ഇഞ്ചുറി ആയി പോയെന്ന് പറയുന്നു. ആരെ നിങ്ങളുടെ ഈ ബോളർ ഇഞ്ചുറി ആയി പോകുന്നത്? എലിസാണ്. അല്ലാതെ ബുംറയോ മിച്ചൽ സ്റ്റാർക്കോ കമ്മിൻസോ മലിംഗയോ ഒന്നും അല്ല, ഒറ്റയ്ക്ക് ഒരു കളി ജയിപ്പിക്കാൻ പൊട്ടൻഷ്യലി ഉള്ള കളിക്കാരനും അല്ല ഇഞ്ചുറി ആയി പോയത്. ടീമിനെ ഇത്ര മോശമായിട്ട് കൊണ്ടുവരിക, അതിലും മോശമായിട്ട് അസംബിൾ ചെയ്യുക, അതിനകത്തിലും കോമ്പിനേഷൻസ് അതിലും അലമ്പാക്കുക, അതിനെ വന്ന് ജസ്റ്റിഫൈ ചെയ്യുക. ഋതുരാജ് എന്താ ഇന്ന് കളി കഴിഞ്ഞിട്ട് പറഞ്ഞത്? ഞങ്ങൾ പ്രത്യേകിച്ചൊന്നും തെറ്റായിട്ട് ചെയ്തിട്ടില്ല, പക്ഷേ ഇന്ന് തോറ്റുപോയെന്നാ. എന്ത് ജസ്റ്റിഫിക്കേഷനായത്? ഒരു ജസ്റ്റിഫിക്കേഷനും ഇല്ല ഇതിനകത്ത്. 180 എന്ന് പറഞ്ഞാൽ നല്ല സ്കോറാണോ എന്ന് ചോദിച്ചാൽ ഈ കണ്ടീഷനിൽ വേണമെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ലാത്ത സ്കോറാണെന്ന് പറയാമെന്നുണ്ടെങ്കിലും ഒരു ടീം എന്തിനാണ് ഈ ടീം കളിക്കുന്നത്? ജയിക്കാൻ വേണ്ടിയിട്ടാണ് കളിക്കുന്നത്. SRH ആണ് ഓപ്പോസിറ്റ് നിൽക്കുന്നത്. സ്വാഭാവികമായിട്ട് അപ്പോൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്യണം, SRH ആണ് ഇത്ര എക്സ്പ്ലോസീവായിട്ട് കളിക്കുന്ന ബാറ്റ്സ്മാൻമാരുള്ള ടീമാണ്. അപ്പോൾ 180 ഒരു പാർ സ്കോർ ആണെന്നുണ്ടെങ്കിൽ നമ്മളൊരു 10-20 റൺ എക്സ്ട്രാ അടിച്ചാലേ നമുക്ക് ചാൻസ് ഉള്ളൂ എന്ന് ഇത്രയും ക്രൂഷ്യലായിട്ടുള്ള ഒരു മാച്ചിൽ ആൻറ്റിസിപ്പേറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ എന്ത് കോച്ചിങ് സ്റ്റാഫാണ്, എന്ത് പ്ലാനിങ് ഇവർ നടത്തുന്നത്?
ഇത് കൊണ്ട് സെറ്റിൽ ആവണം. 175 മതി എന്ന് പറഞ്ഞാൽ സെറ്റിൽ ആവുന്ന ടീമിന് 180 കിട്ടിയത് വലിയ ഭാഗ്യം എന്ന് പറഞ്ഞാണ് ബോൾ ചെയ്യാൻ നടക്കുന്നത്. എന്നിട്ട് ഈ ടീം കണ്ടപ്പോൾ തന്നെ നമ്മൾ ഓൾറെഡി പറഞ്ഞാണ് സർഫ്രാസ് ഖാൻ ഇവർ എന്തുകൊണ്ട് കളിക്കുന്നില്ല, ബോൾ ചെയ്യിപ്പിക്കുന്നില്ലെങ്കിൽ എന്തുകൊണ്ട് പ്രശാന്ത് വീറിന് എനിക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ല. ഇന്നും വന്നിട്ട് വളരെ നോർമലായിട്ട് 120 സ്ട്രൈക്ക് റേറ്റിൽ ഒരു ഇന്നിങ്സ് കളിച്ചിട്ട് പോയി പ്രശാന്ത് വീർ. ഒരു ഫിനിഷറാണ്. ഇനി അതുപോലെ തന്നെ അഖിൽ ഹുസൈനെ അവർ കളിപ്പിച്ചിട്ട് ഇന്നലെ നമ്മൾ പ്രിവ്യൂവിൽ പറഞ്ഞാണ് പവർ പ്ലേയിൽ ലെഫ്റ്റ് ഹാൻഡർ ആണെങ്കിൽ പോലും അഖിൽ ഹുസൈൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്. ഡിഫെൻസീവായിട്ടുള്ള ക്യാപ്റ്റൻസി എന്ന് പറഞ്ഞാൽ ഇത്രയും ഡിഫെൻസീവായിട്ടുള്ള ക്യാപ്റ്റൻസി അഖിൽ ഹുസൈനെ 6 അത് കഴിഞ്ഞിട്ട് 100 എറിഞ്ഞിട്ട് അൻഷുൽ കമ്പോജും കഴിഞ്ഞിട്ടാണ് 100 കഴിഞ്ഞിട്ടാണ് അഖിൽ ഹുസൈനെ കൊണ്ടുവരുന്നത്. 8ാമത്തെ ഓവറും 10ാമത്തെ ഓവറും എറിഞ്ഞ് വലിയ കുഴപ്പമില്ലാത്ത എറിഞ്ഞ് അഖിൽ ഹുസൈനെ പിന്നെ യൂസ് ചെയ്യുന്നത് 16ാമത്തെ ഓവറാണ്. എന്നിട്ട് 3 ഓവറെ എറിയിപ്പിച്ചിട്ടുള്ളൂ, 1 ഓവർ ബാക്കി കിടക്കുകയാണ്. ശിവൻ ദുബൈ കൊണ്ട് 13ാമത്തെ ഓവർ, അതായത് ഇവർ ആക്സിലറേറ്റർ ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുന്ന സമയത്ത് ഇന്നാ പിടിച്ചോ അതേ ശിവൻ ദുബൈ എന്ന് പറഞ്ഞിട്ട് ശിവൻ ദുബൈ ഇട്ട് കൊടുത്ത് 12 റൺ ഓവറിൽ കൊടുത്തിട്ട് പ്രഷർ ഈസ് ചെയ്ത് കൊടുക്കുകയാണ്. അഥവാ ഈ ഒരു ടൂർണമെന്റിൽ ഇന്ന് വരെ ശിവൻ ദുബൈ ഇവർ യൂസ് ചെയ്തിട്ടില്ല. ആസ് എ ബോളർ ശിവൻ ദുബൈ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരിക്കൽ പരീക്ഷിച്ചിട്ടാണ് ഇങ്ങനെ ഒരു ക്രൂഷ്യൽ മാച്ചിൽ കൊണ്ടുവന്നിട്ട് 13ാമത്തെ ഓവർ കൊണ്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ സമ്മതിക്കണം. സത്യം പറഞ്ഞാൽ ഋതുരാജ് എന്ന് പറഞ്ഞ ക്യാപ്റ്റന് എത്ര ധൈര്യം. ഞാൻ ചാൾസ് ശോഭരാജ് മാത്രമേ കണ്ടിട്ടുള്ളൂ കയ്യിലിരിക്കുന്ന സാധനം കൊണ്ട് കളയാനായിട്ട്. ഇതിനകത്തിൽ ഋതുരാജിനെ മാത്രം നമ്മൾ പേ ചെയ്തിട്ട് കാര്യമില്ല. മറ്റൊരു പെർസ്പെക്റ്റീവിലാണ് ചിന്തിക്കുന്നത്. ഒരു അനാലിറ്റിക് വ്യൂ അല്ലെങ്കിൽ ഒരു സ്ട്രാറ്റജി എന്നുള്ള രീതിയിൽ ചിന്തിക്കാറുള്ള ഒരു കളി കാണുമ്പോൾ നത്തിങ് എഗനിസ്റ്റ് എ പ്ലെയർ കാണിക്കുന്ന ബ്ലണ്ടർ ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റത്തില്ല, അത് വേറെ കാര്യം. ഇതിനകത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. കഴിഞ്ഞ കളി എടുത്ത് നോക്കാം ചെന്നൈയുടെ. എന്താ അവർ ട്രൈ ചെയ്തത്? LSC ബോളേഴ്സ് ഹിറ്റ് ദ ഡെക്ക് എറിഞ്ഞു. ഇവിടെ ഷോർട്ട് ബോൾ വീക്ക്നെസ് ആയതുകൊണ്ട് ഇവിടെ ആൾക്കാർ വീണു. പക്ഷേ നേരെ മറിച്ച് LSC ബാറ്റ് ചെയ്യാൻ നേരം LSC എന്ത് ബോളിങ്ങിൽ ഡെലിവറി ചെയ്തോ അതേ കാര്യങ്ങൾ തന്നെ ഇവർ ഡെലിവറി ചെയ്യാൻ നോക്കി. നമുക്ക് പറയാം, അത് പിന്നെയും നമുക്ക് ജസ്റ്റിഫൈ ചെയ്യാം. വാട്ട് വി ഹാവ് സീൻ ഓൺ ദ ഫീൽഡ് ഈസ് വാട്ട് വി ഹാവ് ട്രൈ ടു ഇംപ്ലിമെൻറ്റ് എന്നുള്ള രീതിയിൽ ഒരു ജസ്റ്റിഫിക്കേഷൻ നമുക്ക് പറയാം. പക്ഷേ എന്നാലും ആ ബാറ്റ്സ്മാനെതിരെ അങ്ങനെ എറിഞ്ഞു എന്നുള്ള ജസ്റ്റിഫിക്കേഷൻ അല്ല ഞാൻ ഈ പറയുന്നത്. പക്ഷേ നേരെ മറിച്ച് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് ഇന്നിങ്സിൽ SRH കാണിച്ചു കൊടുത്തു എന്താണ് വൈ CSK ബാറ്റ്സ്മാൻ സ്ട്രഗിൾഡ്. എന്തിനെതിരെയാണ് സ്ട്രഗിൾ ചെയ്തിരുന്നത്? ഷോർട്ട് ബോളും പേസ് ഓൺ ഡെലിവറീസും. ഇവിടെ എറിഞ്ഞിരിക്കുന്നത് അവർ ഡെലിവറി ചെയ്തത് 33% സ്ലോ ബോളാണ് എറിഞ്ഞിരിക്കുന്നത് SRHൻ്റെ ബോളേഴ്സ്. ഓക്കെ, നേരെ മറിച്ച് CSKയിലോട്ട് വന്നു കഴിഞ്ഞാൽ അവർ 15% മാത്രമേ സ്ലോ ബോൾസ് എറിഞ്ഞിട്ടുള്ളൂ, അല്ലെ കട്ടേഴ്സ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ നോക്കിയിട്ടുള്ളൂ. ആ ബോളുകൾ പിച്ചിൽ ഹോൾഡ് ചെയ്യുകയും ആ ബോളുകൾ ബാറ്റ്സ്മാൻമാർക്ക് കളിക്കാൻ ബുദ്ധിമുട്ടുണ്ടാക്കുകയും ചെയ്തു. ഇവിടെ അതേ ബാറ്റ്സ്മാൻമാർക്ക് ഷോർട്ട് ബോൾ ഒരു വീക്ക്നെസ് ഉണ്ട്. ഇഷാൻ കിഷന് ബ്ലൈൻഡ് സ്പോട്ട് ഉണ്ട്, അഭിഷേക് ശർമ്മയ്ക്ക് ബ്ലൈൻഡ് സ്പോട്ട് ഉണ്ട്. നമ്മൾ കളി തുടങ്ങുന്നതിൻ്റെ മുമ്പേ പറഞ്ഞിരുന്നു സഞ്ജു സാംസനെ എങ്ങനെ എടുക്കും? പിച്ചിങ് അപ്പ്, മൂവിങ് എവേ, നിക്ക് ചെയ്തു, സ്ലിപ്പ്, ക്യാച്ച്. ഞാൻ ഈ കാര്യം പറഞ്ഞപ്പോൾ ഒരാൾ വന്ന് കമൻറ്റ് ചെയ്തത് സഞ്ജു സാംസൺ ഇത് കാണാതെ പോലെ നീ ആരാ ഇതൊക്കെ പറയുന്നത്? ബ്രോ, ഇത് ഞാൻ ചുമ്മാ പറയുന്നതല്ല. ഞാൻ കാശ് കൊടുത്ത് സ്ട്രാറ്റജി പഠിച്ച് ഇതിൽ പ്രൊജക്റ്റ് ചെയ്ത് എന്നിട്ട് ഇവിടെ നിന്നിട്ടാണ് സംസാരിക്കുന്നത്. ഐ ഹാവ് സോളിഡ് ഡേറ്റാസ് ടു ബാക്ക് മൈ വേർഡ്സ്. മനസ്സിലായോ? അതേ കൂട്ട് തന്നെ അതാത് ബാറ്റ്സ്മാൻമാരെ ഷോർട്ട് ബോളിൽ വീക്ക്നെസ് പറഞ്ഞു. കാർത്തിക് ശർമ്മ എങ്ങനെയാണ് ഔട്ടായത്? അതേ കൂട്ട് തന്നെ ഋതുരാജ് എങ്ങനെയാണ് ഔട്ടായത്? പ്രശാന്ത് വീർ എങ്ങനെയാണ് ഔട്ടായത്? മനസ്സിലായോ? ആ ഒരു പാറ്റേൺ ഉണ്ട് ഇവരുടെ ബാറ്റിംഗ് ലൈനപ്പിൽ. അത് അവർ എക്സ്പ്ലോയിറ്റ് ചെയ്തു. അപ്പോൾ ബോൾ ഹോൾഡ് ചെയ്യുന്നുണ്ട് എന്ന് കണ്ടപ്പോൾ ബാറ്റ്സ്മാൻ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെന്നുള്ള മനസ്സിലായതാ. എന്തുകൊണ്ട് അത് ഇവിടെ ട്രൈ ചെയ്തില്ല? മനസ്സിലായോ? അത് വലിയൊരു പ്രശ്നമാണ്. ദാറ്റ് മേക്ക് ദ ഡിഫറൻസ് എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ഒരിക്കലും 180 സ്കോറേ അല്ല, 200 തന്നെയാണ് മിനിമം പാർ. 200 വിന്നിംഗ് ടോട്ടലായിട്ട് ഞാൻ പറയത്തില്ല, 200 തന്നെയാണ് മിനിമം പാർ. അത് ഈ 180 വരെ എത്തിക്കാനുണ്ടായ കാര്യം, ഈ 180 വരെ എത്തിയത് ഋതുരാജ് ഔട്ടായതുകൊണ്ടാണ്. ഇല്ലെന്നുണ്ടെങ്കിൽ ഫ്ലെമിംഗ് പറഞ്ഞു വിട്ട് ഞങ്ങളുടെ സേഫ് സ്കോർ 160 അവിടെ എത്തത്തുള്ളൂ. താങ്ക്സ് ടു ഋതുരാജ്. അത്രയും കരുതിയാൽ മതി. ഇന്ന് എന്തിനാ പറയുന്നത്, ഒരു 4-5 ഇന്നിങ്സ് മുമ്പ് സ്റ്റാർട്ട് ചെയ്ത ഒരു പയ്യൻ, അവനെ നമ്മൾ സ്ട്രൈക്ക് റേറ്റിന്റെ കാര്യത്തിലും ഇന്റന്റിന്റെ കാര്യത്തിലും നമ്മൾ പറഞ്ഞിരുന്ന ഒരു പയ്യൻ ഇന്ന് കാണിച്ച ഒരു ഇന്റന്റ്, അവൻ കാണിച്ച ഒരു ഉത്തരവാദിത്തം പോലും ക്യാപ്റ്റന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല. എന്ത് മനോഹരമായിട്ടാണ് കാർത്തിക് ശർമ്മ ഇന്ന് ബാറ്റ് ചെയ്തത്. നമ്മൾ പറയേണ്ടപ്പം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ ബാറ്റിംഗ് സൂപ്പറായിരുന്നു. ഇന്നത്തെ കണ്ടീഷൻ വെച്ചിട്ട് നന്നായിട്ട് തന്നെ ബാറ്റ് ചെയ്ത് അവിടുന്ന് ശരിക്കും പറഞ്ഞാൽ ആ ഇന്നിങ്സ് എടുത്തുകൊണ്ട് പോയത് കാർത്തിക് ശർമ്മയാണ്. ശരിക്കും പിന്നീട് അത് കമ്മിൻസ് അത് തിരിച്ച് പിടിച്ചു അവർക്ക് വേണ്ടിയിട്ട്. പക്ഷെ എങ്കിലും ആ ഒരു ഫേസിൽ കാർത്തിക് ശർമ്മ നന്നായിട്ട് തന്നെ ബാറ്റ് ചെയ്തു. ആൻഡ് സഞ്ജു സാംസൺ ഓൾസോ ആ ഒരു വിക്കറ്റ് പോയി എന്നുള്ളത് ഒഴിച്ചാൽ സാംസൺ കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ബെറ്റർ സ്റ്റാർട്ട് കൊടുത്തു. അതേ കൂട്ട് തന്നെ
ഉർവിൽ പട്ടേൽ പുള്ളി ശ്രമിക്കുന്ന രീതിയിൽ തന്നെ ശ്രമിച്ചു, ഫെയിലായി. അതിനകത്ത് ഗെയിം ടു ഫെയിൽ, അത്രേ ഉള്ളൂ. പക്ഷേ കാർത്തിക് ശർമ്മ പതിവിനും വിപരീതമായിട്ട് വന്ന് ഇനിഷ്യലി തന്നെ ഇന്റന്റ് കാണിച്ചു. ഹി നോ ദ അർജൻസി, മനസ്സിലായി. അതെ. അതുപോലും റണ്ണേ ബോൾ കളി 120 സ്ട്രൈക്ക് റേറ്റ് ജസ്റ്റിഫൈ അല്ല. ഋതുരാജിൻ്റെയാണ് പവർ പ്ലേയിൽ കളിച്ചിട്ടുള്ളത് 2026 ഏറ്റവും കുറഞ്ഞ റൺ റേറ്റ്, സ്ട്രൈക്ക് റേറ്റ് 124. റഹാനെക്കാട്ടിലും താഴെ പോയി, അതെ. മനസ്സിലായോ? ഇതെങ്ങനെ നിങ്ങൾ ജസ്റ്റിഫൈ ചെയ്യും? മസ്റ്റ് വിൻ ഗെയിംസിൽ ഉള്ളൊരു പ്രശ്നം നിങ്ങൾ ആദ്യമേ ആലോചിക്കണം. ഇങ്ങനെയുള്ള പിച്ചിൽ ബോൾ ഹോൾഡ് ചെയ്യുന്ന കളികൾ എന്തെടുത്ത് നോക്കിക്കഴിഞ്ഞാലും 1 to 6 ഓവേഴ്സ് മാക്സിമൈസ് ചെയ്യുക എന്നുള്ളത് ഒരു ലോ ആണ്. കാരണം മിഡിൽ ഓർഡർ സ്പിന്നിനെയും കൂടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈസിലി സ്കോർ ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പോൾ 1 to 6 ക്യാപിറ്റലൈസ് ചെയ്യുക, പിന്നെ കണ്ടെയ്ൻ ചെയ്യുക, പിന്നെ അവിടുന്ന് ടേക്ക് ഓൺ ചെയ്യുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ഇത് ഈ രണ്ട് ഫേസ് ഇവർ കയ്യിൽ നിന്ന് പോയി. അവസാനം വന്ന് ബ്രിവിസും ദൂബയും ഒരു ഗ്ലിംസ് കാണിച്ചതുകൊണ്ട് മാത്രമാണ് ഇവിടെ എത്തിയത്, മനസ്സിലായി. പിന്നെ പ്രശാന്ത് വീർ, അല്ല, നിങ്ങളൊന്ന് ആലോചിക്കണം. ഈ 9 ബോൾ സർഫറാസ് ഖാൻ്റെ അടുത്ത് ഫേസ് ചെയ്യാൻ പറയുക, മനസ്സിലായി. ലാസ്റ്റ് 9 ബോളേ ഉള്ളൂ, നീ പോയി ഫേസ് ചെയ്യും. ഞാൻ എവിടെ വേണമെങ്കിലും വന്ന് എഴുതി ഒപ്പിട്ട് തരാം. പുള്ളി 12 റൺ എടുക്കും, 1 റൺ കൂടുതൽ എടുക്കും മിനിമം. അതെ. അതിൽ ആർക്കും ഒരു തർക്കം ഉണ്ടായിരിക്കത്തില്ല. എന്തിനാണ് പിന്നെയും ഈ കാശിൻ്റെ മണ്ടയ്ക്ക് ഈ രണ്ടുപേരെയും ഒരുമിച്ച് കളിപ്പിക്കരുതെന്ന് നമ്മൾ ഈ എന്ന് മുതൽ വീഡിയോ എടുക്കാൻ തുടങ്ങിയ കാലം മുതലേ നമ്മൾ പറയുന്നൊരു കാര്യമാണ്. എനിക്കൊന്നും പറയാനില്ല. പ്രശാന്ത് വീറിനെ ഞാൻ ഈ പ്രശാന്ത് പറയുന്നത് വീറിനെ വേറെ ഒന്നും കൊണ്ടല്ല. ഐ എം കളിപ്പിച്ചതിന് സോ ഡിസപ്പോയിന്റഡ്. ഞാനും ശരിക്കും നമ്മൾ ഇന്നലെ പറഞ്ഞാണ്, അതായത് ചെന്നൈ ജയിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു IPL ഇനി മുന്നോട്ട് പോകുമ്പോൾ ഇൻട്രസ്റ്റിംഗ് ആവും എന്നുള്ളത് കൊണ്ട് തന്നെ ചെന്നൈ കളി ജയിക്കണം. 2 കളിയും ജയിച്ചിട്ട് പറ്റുന്നുണ്ടെങ്കിൽ ടോപ്പ് 2 വരികയാണെന്നുണ്ടെങ്കിൽ RCB വേഴ്സസ് ചെന്നൈ എന്നൊക്കെ ഉള്ള വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മാച്ച് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നുണ്ട്. ചെന്നൈ എങ്ങനെയെങ്കിലും ജയിക്കണമെന്നുള്ളൊരു ഇതോടെ താല്പര്യത്തോടെ ഈ കളി കണ്ടത്. പക്ഷേ ഡിസപ്പോയിന്റിങ് ഈ പ്രശാന്ത് വീറിന്റെ ഫിനിഷിങ്, ശിവൻ ദൂബയും അത്ര നന്നായിട്ടല്ല ഫിനിഷ് ചെയ്തത്. ശരിക്കും പറഞ്ഞാൽ ഇതിൽ അപ്രീഷിയേറ്റ് ചെയ്യേണ്ടത് SRHന്റെ ബോളേഴ്സാണ്. പ്രത്യേകിച്ചും പാറ്റ് കമ്മിൻസ് എറിഞ്ഞ 10ാമത്തെ ഓവറും 12ാമത്തെ ഓവറും 2 റൺസ് മാത്രം വിട്ടുകൊടുത്ത് 1 വിക്കറ്റ് ഇട്ടു. 10ാമത്തെ ഓവറിൽ ക്രൂഷ്യലായിട്ടുള്ള റൺ അടിച്ചുകൊണ്ടിരുന്ന കാർത്തിക് ശർമ്മ എടുക്കുന്നു. 12ാമത്തെ ഓവർ വന്നിട്ട് 1 റൺസ് മാത്രം വിട്ടുകൊടുത്ത് 1 വിക്കറ്റ് എടുക്കുന്നു. അവിടെ ഋതുരാജിന്റെ വിക്കറ്റ് എടുത്തത്, അത് വേറൊരു കാര്യം. എങ്കിലും അവിടെ ശരിക്കും പറഞ്ഞാൽ ചെന്നൈയുടെ മൊമെന്റ് അവിടെ തീർന്നു. അവിടുന്ന് പിന്നെ റീബിൽഡ് ചെയ്യേണ്ടി വന്നു ബ്രവിസിനും ദൂബയ്ക്കും കൊണ്ട്. ദൂബയ്ക്ക് പിന്നീട് ക്യാപിറ്റലൈസ് ചെയ്യാൻ സമ്മതിക്കാതെ കറക്റ്റ് സമയത്ത് വന്നിട്ട് ബ്രവിസിന്റെയും ദൂബയുടെ വിക്കറ്റ് 17ാമത്തെ ഓവറിലും 18ാമത്തെ ഓവറിലും അവരെടുക്കുന്നതോടുകൂടി ചെന്നൈയുടെ ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു 10-15 റൺ എക്സ്ട്രാ എടുക്കേണ്ട ഒരു ഓപ്പർച്യൂണിറ്റി അവരവിടെ ക്ലോസ് ചെയ്യാണ്. ഇതിനകത്ത് ആ ഷക്കീബ് ഹസൻ എറിഞ്ഞ ഉറുൽ ബട്ടനെ എടുക്കാൻ എറിഞ്ഞ സ്ലോവർ ബോൾ ഓഫ് കട്ടർ, അതുപോലെ തന്നെ ശിവൻ ദൂബെ എടുക്കാൻ വേണ്ടി അവസാനം എറിഞ്ഞ സ്ലോവറും, അത് രണ്ടും സൂപ്പറായിരുന്നു. ഇഷാൻ മല്ലിംഗ ബ്രവീസിനെ എടുക്കാൻ വേണ്ടിയിട്ട് എറിഞ്ഞ ബോൾ, ബ്രവീസിനെ എടുക്കുന്ന കറക്റ്റ് സമയത്ത്. ബ്രവീസ് അല്ലാന്നുണ്ടെങ്കിൽ എങ്ങനെ പോലും ഒരു 15 റൺ എക്സ്ട്രാ അടിച്ചേനെ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഒരു 195 വന്നേനെ. സോ ദേ ബ്രില്യൻ്റ്ലി ബോൾഡ് എന്ന് തന്നെ പറയണം SRH. അതുപോലെ തന്നെ അവരുടെ സ്പിന്നർ SRHന്റെ ബോളിങ്ങിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ പവർ പ്ലേയിൽ ആദ്യത്തെ 3 ഓവറിൽ ചെന്നൈ സ്കോർ ചെയ്തത് 43 റണ്ണാണ്. അവസാനത്തെ 3 ഓവറിൽ ചെന്നൈ സ്കോർ ചെയ്തത് വെറും 14 റണ്ണ് മാത്രമാണ്. അതായത് പവർ പ്ലേയിൽ 4 മുതൽ 5 വരെയുള്ള ഓവറിൻ്റെ ഇടയ്ക്ക് 11 ബോളിൽ ബൗണ്ടറി ഇല്ല, മനസ്സിലായോ? അതേപോലെ തന്നെ 9 മുതൽ 14 വരെയുള്ള ഓവറുകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവിടെ 29 ബോളിൽ ആകെ അടിച്ചിരിക്കുന്നത് ഒരു ബൗണ്ടറിയാണ്. രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം, ഒരു കാര്യം കൂടി ഞാൻ ആഡ് ചെയ്യാൻ ശ്രമിക്കുന്നു. ഇതിനകത്ത് ശിവൻ ദൂബെ എക്സെപ്ഷൻ ആയിട്ട് കളിച്ചൊന്നുമല്ല. ശിവൻ ദൂബയും 26 റൺ എടുത്ത് 23 പന്തിൽ നിന്നാണ്. പക്ഷേ അവിടെ ബ്രിവിസിന്റെ കൂടെ ഒരു പാർട്ട്ണർഷിപ്പ് സ്റ്റിച്ച് ചെയ്യാൻ കാണിച്ച അതേ ഉള്ളൂ ഇതിനകത്തിൽ പോസിറ്റീവ്സ് പറയാനുള്ളത്. അല്ലാതെ 113 സ്ട്രൈക്ക് റേറ്റിൽ വന്ന ഒരാൾ ഫിനിഷ് ചെയ്യുന്നതിനെ ഞാൻ ജസ്റ്റിഫൈ ചെയ്യുകയല്ല ഉണ്ടായത്. അല്ല, ശിവൻ ദൂബെ ചെയ്തൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ശിവൻ ദൂബെ ഡോട്ട് ബോൾസ് ഒരുപാട് കളിച്ചു. ഡോട്ട് ബോൾസ് പെർസെൻറ്റേജ് വളരെ കൂടുതലാണ്. ശരിക്കും ഈ ഒരു കണ്ടീഷനിൽ ശരിക്കും സിംഗിൾസും ഡബിൾസിൻ്റെ ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നു. അവർ സ്ട്രൈക്ക് റൊട്ടേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നു. റണ്ണിങ് ബിറ്റ്വീൻ ദ വിക്കറ്റ് സത്യം പറഞ്ഞാൽ വളരെ മോശമായിരുന്നു. SRH അത് യൂസ് ചെയ്യാത്തതുകൊണ്ട് മാത്രമാണ് ഇവർ ശരിക്കും പറഞ്ഞാൽ രക്ഷപ്പെട്ടത്. 2 ചാൻസ്, ഈസി ആയിട്ടുള്ള ചാൻസ് ഇവർ റണ്ണിങ് ബിറ്റ്വീൻ ദ വിക്കറ്റ്സ് കൊടുത്തു. അതെ, ശിവൻ ദൂബെ ആവശ്യമില്ലാതെ ഇറങ്ങി ഓടുന്നുണ്ടായിരുന്നു. ഒന്നാമത് പുള്ളിക്ക് ഓടാനും ക്യാച്ച് ചെയ്യാനും ഫീൽഡിങ്ങും വളരെ മോശമാണ്. അതിൻ്റെ കൂട്ടത്തിൽ റണ്ണിങ് ബിറ്റ്വീൻ ദ വിക്കറ്റ്സ് പുള്ളിയുടെ നിന്ന് പ്രതീക്ഷിക്കണ്ട. പിന്നെ ഉള്ളത് അടിക്കാന്നുള്ളത്, അത് ഇന്ന് ചെയ്തതുമില്ല. അതാണ് സംഭവം. ഇതിനകത്തിൽ ഈ കമ്മിൻസ് എന്ന് പറഞ്ഞൊരു ബോളറിൻ്റെ എങ്ങനെയാണ് പുള്ളിയുടെ റിസോഴ്സ് ഒരു കാര്യത്തിൽ വലിയ തെറ്റ് പറ്റി. നിതീഷ് കുമാർ റെഡ്ഡി
ഫസ്റ്റ് ഓവർ കൊടുത്തു. ഫസ്റ്റ് ഓവർ ആദ്യം തന്നെ നോബിൾ കൊടുത്തു, അത് എക്സ്പെൻസീവായി. പിന്നെയും വന്നൊരു ഓവറും എക്സ്പെൻസീവായി. അത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ബോളിംഗ് റൊട്ടേഷൻ ആണെന്നുണ്ടെങ്കിലും ബോളിംഗ് ലെങ്ത് ആണെന്നുണ്ടെങ്കിലും ബോളിംഗ് രീതിയാണെന്നുണ്ടെങ്കിലും ആ കമിൻസ് എന്ന് പറഞ്ഞ ഒരു ക്യാപ്റ്റൻസി ബ്രില്യൻസ് നമുക്ക് ഇന്ന് എടുത്തു പറയേണ്ട കാര്യമാണ്. പുള്ളി വരുന്നു, തീർച്ചയായിട്ടും. ടീമിന് വേണ്ടി സ്ട്രൈക്ക് ചെയ്യുന്നു, പോകുന്നു, വരുന്നു, സ്ട്രൈക്ക് ചെയ്യുന്നു, പോകുന്നു, വരുന്നു, സ്ട്രൈക്ക് ചെയ്തു, പോകുന്നു. അങ്ങനെ 3 ഓവർ കണ്ടിന്യൂസ്ലി പുള്ളി വിക്കറ്റ് എടുത്തു, എറിഞ്ഞ 3 ഓവറിലായിട്ട്. അതെ. ഈ പ്രശാന്ത് വീർ ഔട്ടായപ്പം ഫ്ലെമിംഗ് എന്ന് പറയുന്നുണ്ടായിരുന്നു ആ ഒരു ബോൾ അങ്ങനെ കളിക്കരുതെന്ന് നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. കാർത്തിക് ശർമ്മ. കാർത്തിക് ശർമ്മ കാർത്തിക് ശർമ്മ ഔട്ടായപ്പോൾ ഫ്ലെമിങ്ങോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അതായത് ഈ ബൗൺസർ വരും, അതിനെ എങ്ങനെ ടാക്കിൾ ചെയ്യണം എന്നുള്ളത് ഒരു പ്ലാൻ അവരുടെ കയ്യിലുണ്ട്. പക്ഷെ അത് എക്സിക്യൂട്ട് ചെയ്യുന്നില്ല ബാറ്റ്സ്മാൻമാരാണെങ്കിൽ തന്നെ. മനസ്സിലായി, അതെ, അതെ. അതുവരെ അത് ഒരു കറക്റ്റ് ഇന്റന്റും കാണിക്കാതെ. സഞ്ജു അടിക്കാൻ തുടങ്ങുന്ന റണ്ണ് അങ്ങോട്ട് എടുക്കാൻ തുടങ്ങുന്ന സമയത്താണ് ആദ്യത്തെ വിക്കറ്റ് എടുക്കുന്നത്. പിന്നെ കാർത്തിക് ശർമ്മ അങ്ങോട്ട് എടുക്കാൻ തുടങ്ങുന്ന സമയത്താണ് കാർത്തിക് ശർമ്മയുടെ വിക്കറ്റ് എടുക്കുന്നത്. സോ ക്രൂഷ്യൽ ടൈമിൽ പുള്ളി അത് എടുത്തു. പുള്ളിയുടെ ബോളേഴ്സും അത് കറക്റ്റായിട്ട് എക്സിക്യൂട്ട് ചെയ്തു. ഷക്കീബ് ഹസൻ അടക്കമുള്ള അതൊരു വലിയൊരു ഇവർക്കൊരു വലിയ അപ്ഗ്രേഡ് കേട്ടോ SRHനെ സംബന്ധിച്ച്. നമ്മൾ ഈ ടൂർണമെന്റ് തുടങ്ങിയപ്പോൾ കണ്ടതാണ് എന്ത് ഒരു ഒരു വൃത്തികെട്ട ഒരു ബോളിംഗ് ലൈനപ്പ് ആയിരുന്നു ഇവരുടെ. അവിടുന്ന് ഈ ഒരു അപ്ഗ്രേഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ്. അതായത് ഈശാൻ മല്ലിക, കമ്മിൻസ് പ്ലസ് ഷക്കീബ് ഹസൻ സ്ട്രോങ് ആയിട്ടുള്ള ഒരു 3 ബോളേഴ്സ് ആയിട്ട് അവർക്ക് വന്നു. പിന്നെ ഈ സ്പിന്നേഴ്സും കൂടെ ആവറേജോ അല്ലെങ്കിൽ എബോ ആവറേജ് പെർഫോം ചെയ്യുമ്പോൾ ഒരു 80% അവരുടെ ബോളിംഗ് ഓക്കെ ആയി. പിന്നെ ഈ ബോളിംഗ് പ്രഫുൽ ഷോർട്ടായി. ഇഞ്ചെ എന്ന് പറഞ്ഞൊരു പ്രഫുൽ ഇഞ്ചെ എന്ന് പറഞ്ഞൊരു വീക്ക് ലിങ്ക് മാത്രമേ ഉള്ളൂ. അതെ, ലാസ്റ്റ് 4 ഓവറിൽ അവർ ആകെ വിട്ടുകൊടുത്തത് 35 റണ്ണാ. അപ്പം തന്നെ അറിയാം അവരുടെ ബോളിംഗ് ടോട്ടലി തലതിരിച്ചല്ലോ. പണ്ട് അവർ ഹർഷദ് പട്ടേലും മുനത് കടിനെയും കൊണ്ടൊക്കെ കട്ട അടിച്ചുകൊണ്ടിരുന്ന സമയത്താണ് ഇവിടെ വന്ന് വരുണരോട് പറഞ്ഞ ബോളർ വന്ന് കടക്ക് പുറത്ത് എന്ന് പറഞ്ഞ് 2 എണ്ണത്തിന് എടുത്ത് വെളിയിൽ കളഞ്ഞു. 2 പുതിയ പിള്ളേരെ കൊണ്ടുവന്നു. ആ പിള്ളേരും ഭയങ്കര എക്സെപ്ഷണലായിട്ട്, ആ പിള്ളേരെന്ന് വെച്ചാൽ ബൈ ഏജ് അല്ല ഞാൻ ഈ പറയുന്നത്, ന്യൂ ടു ദ അതെ, അതെ. പ്ലാറ്റ്ഫോം, അവർ വളരെ എക്സെപ്ഷണലായിട്ട് അതിനെ യൂട്ടിലൈസ് ചെയ്യുന്നുമുണ്ട്. പ്രത്യേകിച്ച് നമുക്കിനിയും ഷക്കീബ് ഹസൻ. അതെ 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 കാരണം എറിഞ്ഞ ഫസ്റ്റ് ഓവറിന്റെ ഫസ്റ്റ് ബോൾ ഒരു എറിഞ്ഞു, സെക്കൻഡ് ബോൾ വൈഡാ വന്നത്. ആ 2 ബോൾ കൊണ്ട് പുള്ളി ജയിച്ചു. 3ാമത്തെ ബോൾ തന്നെ പുള്ളി ആ സ്ലോവർ ഉരുൾപട്ടലിനെ എടുക്കാൻ എറിഞ്ഞ ഓഫ് കട്ടർ എക്സെപ്ഷനൽ. കണ്ടീഷൻ മനസ്സിലാക്കി പെട്ടെന്ന് അതിനനുസരിച്ച് ബോൾ ചെയ്യാന്ന് പറയുന്നത് തന്നെ ഒരു പുതിയ ഒരു പുതുമ വലിയ കാര്യമാണ്. രീതിയിൽ വലിയ കാര്യമാണ്. സോ ഇനി നമുക്ക് ഇവരുടെ ബാറ്റിംഗിലേക്ക് വരാം. SRHന്റെ ഇവരുടെ ബാറ്റിംഗ് തുടങ്ങിയപ്പം ആദ്യത്തെ ഒരു 3 ഓവറായപ്പോൾ ഞാൻ മനസ്സുകൊണ്ട് വിചാരിച്ചു, ദൈവമേ ചെന്നൈക്ക് ഇന്ന് ലക്കില്ലാത്തതാണോ പ്രശ്നമെന്ന്. കാരണം കറക്റ്റ് ബോൾ എറിഞ്ഞു, കറക്റ്റായിട്ട് അഭിഷേക് ശർമ്മ എഡ്ജ് ചെയ്തു, തേർഡ് മാനിലേക്ക് പോയി. അവിടെ ചെന്നപ്പോൾ എന്താ, ഫീൽഡർ അവിടെ പോയി അറിയില്ല. ഹെഡിന് വന്നു, 4th 5th സ്റ്റമ്പ് എഡ്ജ് ചെയ്തു, ബോൾ പോയി. നോക്കിയപ്പം എവിടെയാണ്, സ്ലിപ്പ് ഷോട്ടാണ്, സ്ലിപ്പ് എവിടെ അറിയത്തില്ല, ആ ബോൾ 4 പോയി. അതേപോലെ തന്നെ അഭിഷേക് ശർമ്മയുടെ ബ്ലൈൻഡ് സ്പോട്ട് എക്സ്പ്ലോയിറ്റ് ചെയ്തു, അടിച്ചു. അഖിൽ ഹുസൈൻ ഉണ്ടായിരുന്നു ഡീപ്പ് സ്ക്വയറിൽ, അവിടം വരെ എത്തിയില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഇവരുടെ ലക്കായിരിക്കും ഫാക്ടർ എന്ന്. തൊട്ടടുത്ത ബോളിൽ തന്നെ 4th 5th സ്റ്റമ്പിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ആ 4th 5th സ്റ്റമ്പിൽ മൂവിങ് എവേ ഹെഡ് വീണു. അത് പാറ്റേൺ ആണ്. ഇന്ന ബോളർ ഇന്ന ലൈനിൽ ഇന്നടുത്ത് വെച്ച് ഇന്നടുത്ത് പൊക്കാം, അതങ്ങനെ വരത്തുള്ളൂ. അതിനുശേഷം ഇമാതിരി ബ്ലണ്ടർ ഋതുരാജിൻ്റെ സൈഡിൽ നിന്ന് ഞാൻ സ്വപ്നത്തിൽ ഈ കളിയെങ്കിലും പ്രതീക്ഷിച്ചില്ല. ഒരാൾ അടി കൊണ്ടു എന്ന് കരുതി കഴിഞ്ഞാൽ, ഒരാൾ ഒരു ബൗണ്ടറി അല്ലെങ്കിൽ ഒരു 6 കൺസീഡ് ചെയ്തു എന്ന് കരുതി കഴിഞ്ഞാൽ, ആ റൊട്ടേഷനിൽ നിന്ന് പുള്ളി എടുത്ത് മാറ്റുക. അതായിരുന്നു ഉണ്ടായത്. ആ റൊട്ടേഷൻ, ആ സ്പെല്ല് കണ്ടിന്യൂറ്റിയിൽ നിന്ന് എടുത്ത് മാറ്റുക. പിന്നെ കൊണ്ടുവരുന്ന വോർ എൻഡിൽ നിന്നും ബോർ സമയത്തുമാണ്. മനസ്സിലായി, ഈ ബോളേഴ്സ് ബോൾ ചെയ്യുമ്പോൾ എന്ത് ഭയങ്കര ഓരോരുത്തരെയും മാറ്റിയിട്ടുണ്ട്. ഒരാൾ മാത്രമായിട്ടല്ല, ഓരോരുത്തരെയും മാറ്റിയിട്ടുണ്ട്. പിന്നെ ഈ പറയുന്നോട്ട് എന്തുമാത്രം ഒരു ക്യാപ്റ്റൻ ഡിഫെൻസീവായിട്ടൊരു കളിയെ അപ്രോച്ച് ചെയ്യാം എന്നുള്ളതിൻ്റെ ഒരു പെർഫെക്റ്റ് എക്സാമ്പിളാണ് നമ്മളിന്ന് കണ്ടത്. അവിടെ എടുത്തു പറയേണ്ടതാണ്, ഇന്ന് അവർക്കും ഒട്ടും രക്ഷയില്ലായിരുന്നു പവർ പ്ലേയിൽ. പക്ഷെ അവർ ആദ്യമേ പറഞ്ഞു തൊട്ട് തന്നെ അവർക്ക് കിട്ടിയ മെസ്സേജ് ഇതാണ്. അത് ക്ലാസ്സിൽ ഇന്ന് കോൺഫറൻസിൽ സംസാരിച്ചപ്പോൾ തന്നെ പറഞ്ഞത്, നമുക്ക് കിട്ടിയ മെസ്സേജ് ഇതാണ്: വിക്കറ്റ് കളയരുത്, ടേക്ക് ദ ഗെയിം ഡീപ്പ്. അത് തന്നെയാണ് അഭിഷേക് ശർമ്മ ചെയ്തത്. അഭിഷേക് ശർമ്മ നോക്കി കഴിഞ്ഞാൽ 21 പന്തിൽ 26 നിൽക്കുന്ന വേറെ ഏത് കളിയാണ് കണ്ടിട്ടുള്ളത്? അവർ വിക്കറ്റ് കൊടുക്കാൻ ഒട്ടും തയ്യാറല്ലായിരുന്നു. അതേ കൂട്ട് തന്നെ ഇഷാൻ കിഷൻ ആണെങ്കിലും ഫസ്റ്റ് 30 ബോൾ കളിച്ചില്ലാണ്ട് 30 റണ്ണേ ബോളേ ഉള്ളൂ. അതേ കൂട്ട് തന്നെ ക്ലാസിന്റെ ആ ക്യാച്ച് 57 റൺസ് അടിച്ചു പവർ പ്ലേയിൽ. അതേസമയം SRH 45 റൺസിൽ നിൽക്കുന്നുള്ളൂ. അവിടെ ഒരു വിക്കറ്റ് നഷ്ടപ്പെട്ടിട്ട് അവിടെ നിൽക്കുന്നുള്ളൂ. ഈവൻ 10 ഓവർ പോലും CSK 91 റൺസ് അടിച്ചിട്ടുണ്ട്. അവിടെ 75 റൺസ് എത്തിയിട്ടുള്ളൂ. അപ്പൊ അത്ര ശ്രദ്ധിച്ചാണ്. ക്ലാസിന് ഒരു 2 ലൈഫ് കിട്ടി ഇതിന്റെ ഇടയ്ക്ക്. ഒരു അഖിൽ ഹുസൈൻ്റെ അടുത്തൊരു ക്യാച്ച് പോയി. അതേ കൂട്ട് തന്നെ സ്ക്വയറിൽ സ്പെൻസർ ജോൺസന്റെ ഒരു ക്യാച്ച് പോയി. ഇപ്പൊ ക്ലാസൻ പറയുണ്ടായി, ഞാൻ എന്തായി കാണിക്കുന്നത്,
ഇങ്ങനല്ല എനിക്ക് ഔട്ടാവേണ്ടത്, ഈ രീതി വേണ്ട, എനിക്കിനി അടിയേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് പുള്ളി ഗിയർ ഷിഫ്റ്റ് ചെയ്തത്. അതെ അതിനോടൊപ്പം അവിടുന്നാണ് തന്നെ അതിനോടൊപ്പം തന്നെ അവിടുന്ന് ഇഷാൻ കിഷനും സ്റ്റെപ്പ് അപ്പ് ചെയ്തു. തീർച്ചയായിട്ടും ആ ഒരു 5 ഓവർ, അതായത് ആ ക്യാച്ച് 10.1 ഓവറിലാണ് ആ ഒരു സ്പെൻസർ ജോൺസന്റെ ക്യാച്ച് അത് വിടുന്നത്. അത് കഴിഞ്ഞിട്ടുള്ള 5 ഓവറിൽ 28 ബോളിൽ ശരിക്കും 62 റൺസാണ് SRH അടിച്ചു കൂട്ടുന്നത്. അപ്പോൾ 15 ഓവർ ആയപ്പോഴത്തേക്ക് ചെന്നൈ 15 ഓവർ ഉള്ളതിനെക്കാട്ടും മുന്നിൽ അവരെത്തി. ആ ആക്സിലറേഷൻ കറക്റ്റ് ക്ലാസ്. അത് റൺ അടിച്ചത് മാത്രമല്ല, പുള്ളി റൺ അടിക്കാൻ കണ്ടെത്തിയ രീതി, റൂം കണ്ടെത്തി ഔട്ട് ഇൻസൈഡ് ഔട്ട് ഷോട്ട്സ് കളിച്ചത്, അത് റിവേഴ്സ് ഹിപ്പ് കളിച്ചത്. ആൻഡ് റിവേഴ്സ് ഇഷാൻ ഇപ്പൊ കിഷന്റെ അതെ ഇഷാൻ കിഷന്റെ അതുപോലെ തന്നെ ഇഷാൻ കിഷൻ റിസ്ക് എടുത്തതുമില്ല. എങ്കിൽ എപ്പോഴൊക്കെ ഈ ഒരു സ്ലിപ്പായി പോകുന്നു, കയ്യിൽ നിന്ന് മൊമെന്റം മാച്ച് ഡൗൺ പോകുന്നുണ്ട്, ആവുന്നു. അവിടെ മൊമെന്റം തിരിച്ചെടുക്കാനായിട്ട് ബൗണ്ടറികൾ കണ്ടെത്തിക്കൊണ്ടേയിരുന്നു. അപ്പൊ അത്ര ഒരു മെച്ചുവർ ആയിട്ടുള്ള ഒരു ഇന്നിങ്സ് ആണ് ഇഷാൻ കിഷന്റെ ഭാഗത്തുനിന്ന്. ക്ലാസ്സിനും അതെ, ഇഷാൻ കിഷനും അതെ. ഇഷാൻ കിഷൻ കുറച്ചും കൂടെ ബെറ്റർ, അവിടെ സൈലന്റ് ആയിട്ട് നിന്ന് ഒരു സെക്കൻഡ് ഫിഡിൽ കളിച്ചു, ക്ലാസ്സിന് അടിച്ചുകൊണ്ടിരുന്നപ്പോൾ അതിനുശേഷം ലാസ്റ്റിൽ പോലും ആ ഒരു 10 റൺസ് അടിച്ചല്ലോ, ഒരു 17.5ഉം 6ഉം, ഒരു 4 ഒരു 6 അടിക്കുന്നതോടെയാണ് മാച്ച് ക്ലോസ് ആവുന്നത്. അത്ര നിന്ന് കളി ക്ലോസ് ചെയ്ത് കൊടുത്തിട്ടാണ് ഇഷാൻ കിഷൻ പോകുന്നത്. എക്സെപ്ഷണൽ പോന്നു ആയിട്ടുള്ള ഇപ്പം ഇന്നിങ്സ് ആണ്. ആ രണ്ട് ടീമിന്റെയും ആ ഡിഫറൻസ് നമുക്ക് അവിടെ കാണാം. ഇവരൊരു പാർട്ട്ണർഷിപ്പ് ബിൽഡ് ചെയ്തു എപ്പോഴാ, ലേറ്റ് ഓഫ് ദ ഇന്നിങ്സിലാണ്. 6.2 ഓവേഴ്സിൽ 59 സ്കോർ ചെയ്തു ബ്രൂസും ഡൂബയും കൂടെ. പക്ഷെ ഇവർ ഇച്ചിരൂടെ നേരത്തെ അത് സ്റ്റിച്ച് ചെയ്തു, മനസ്സിലായോ? ഇച്ചിരൂടെ നേരത്തെ സ്റ്റിച്ച് ചെയ്തു, അതും വിത്ത് എ ഹയർ സ്ട്രൈക്ക് റേറ്റ്. അവരുടെ പാർട്ണർഷിപ്പ് ബിൽഡ് ചെയ്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ ഏകദേശം 41 ബോളിൽ നിന്ന്, അതായത് 6.5 ബോൾസിൽ നിന്ന് അവർ സ്കോർ ചെയ്തത് 75 ആണ്. മനസ്സിലായി? അവരെക്കാട്ടിൽ ഈ CSKയുടെ പാർട്ണർഷിപ്പിനെക്കാട്ടിൽ ഒരു 2 ബോൾ എക്സ്ട്രാ എടുത്തിട്ടുള്ളൂ ഇവർ, അല്ലെ ഒരു 3 ബോൾ എക്സ്ട്രാ എടുത്തിട്ടുള്ളൂ ഇവർ. പക്ഷേ ആ റൺ ഡിഫറൻസ് കാണണം, മനസ്സിലായി? അതാണ് ഞാൻ ഈ പറഞ്ഞത്. ഒരു കൊളാപ്സിൽ നിന്ന് T20 ഗെയിംസിൽ പാർട്ണർഷിപ്പ് ബിൽഡ് ചെയ്യുക എന്ന് പറയുന്നത് അറ്റ്ലീസ്റ്റ് ഒരു 8 to 9 എങ്കിലും കൺസിസ്റ്റൻ്റ് ആയിട്ട് ബിൽഡ് ചെയ്തിട്ട് ലാസ്റ്റിൽ അതൊരു 12 to 14 ലോഞ്ച് ചെയ്യുന്ന രീതിയിൽ കൊണ്ടെത്തിക്കാൻ പറ്റണം. അതല്ലാതെ ഈ റെഡ് ബോൾ കളിച്ച് ഈ പറഞ്ഞിട്ട് ഞങ്ങൾ ഓൾഡ് സ്കൂളാണ് അത് മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഇതായിരിക്കും അവസ്ഥ. അതെ, റിസോഴ്സിന് യൂസ് ചെയ്യുന്നതിലും അക്കീലൂസിന്റെ കാര്യം ഓൾറെഡി പറഞ്ഞല്ലോ. അക്കീലൂസിന് 3 ഓവർ എറിയിച്ചുള്ളൂ. അത് എറിയിച്ചു എന്ന് മാത്രമല്ല, അക്കീലൂസിന്റെ കയ്യിൽ ഒരു ഓവർ ഉള്ളപ്പോഴാണ് 10ാമത്തെ ഓവർ ശിവൻ ദുബെ കൊണ്ടുവന്ന് എറിയിപ്പിക്കുന്നത് ഈ ടൂർണമെന്റിൽ എറിയിക്കാതെ. അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ദേഷ്യം തോന്നിയത്. 16ാമത്തെ ഓവർ വന്നിട്ട് പോലും അക്കീലൂസിന് 6 റൺസ് ഓവർ കൊടുത്തുള്ളൂ 16ാമത്തെ ഓവറിൽ. സോ ആ ഒരു റിസോഴ്സിനെ അവർ യൂസ് ചെയ്തില്ല എന്ന് പറയുമ്പോഴത്തേക്ക് പിന്നെ എങ്ങനെ കളി ജയിക്കുന്നത്? നമ്മുടെ കയ്യിലുള്ള സാധനം പ്രോപ്പറായിട്ട് യൂസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അതൊരു ഒരു 6 അടിക്കുന്നുണ്ട് അക്കീലൂസിനെ അവിടെ. എനിക്കൊന്ന് 10ാമത്തെ ഓവറാണെന്ന് തോന്നുന്നു. ആ ഓവറിൽ 11 റൺസ് അക്കീലൂസിന് കൊടുക്കുന്നുണ്ട്. 6 കൺസീഡ് ചെയ്യുന്നത് കൊണ്ടുള്ള ഒറ്റ റീസൺ കൊണ്ടാണ് അത് കട്ട് ചെയ്തിട്ട് പിന്നെ അക്കീലൂസിന് 16ാമത്തെ ഓവർ കൊണ്ടുവരുന്നത്. ശരിക്കും അവിടെ ഒരു എൻഡ് ചെയ്യുന്ന എപ്പോഴൊക്കെ 100 വിക്കറ്റ് എടുത്തിട്ടുണ്ടോ, 100 വിക്കറ്റ് എടുത്തപ്പോഴെല്ലാം ഒരു എൻഡ് ചെയ്യുന്ന അക്കീലൂസിന് നേരത്തെ സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഫ്ലോ ആണ് ശരിക്കും, പ്രഷറാണ് ഇവർ ഇല്ലാതാക്കിയത്. ഇപ്പം 100 ഇന്ന് ഒരുപാട് ഡിഫെൻസീവായിട്ടാണ് ബോൾ ചെയ്തത്. 100 ഒരിക്കലും ഇന്ന് സ്റ്റംപ്സിനെ അറ്റാക്ക് ചെയ്തോന്ന് പറയാൻ പറ്റത്തില്ല. ഇന്ന് ബോൾ ടേക്കിംഗ് എവേ ആയിരുന്നു 100ന്റെ ഓൾമോസ്റ്റ് എല്ലാ ഡെലിവറീസും. നമ്മൾ ഈ ബോളിംഗ് ബ്രില്യൻസിന്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ നമ്പർ ഓഫ് ഓവേഴ്സ് വിത്തൗട്ട് ബൗണ്ടറി ഫോർ SRH എന്ന് പറയുന്നത് 3 നമ്പർ ഓഫ് ഓവേഴ്സ് വിത്തൗട്ട് ബൗണ്ടറി ഫോർ ചെന്നൈ എന്ന് പറയുന്നത് 6. അപ്പം തന്നെ ആ ഡിഫറൻസ് നമുക്ക് മനസ്സിലാവുമല്ലോ. അതാണ് തോൽവിയുടെ കാര്യം. അതെ, ക്യാപിറ്റലൈസ് ചെയ്യാൻ പറ്റില്ല. നമുക്കിങ്ങനെ സമ്മറൈസ് ചെയ്യാം. ചെന്നൈക്ക് ഇപ്പോൾ പവർ പ്ലേ റൺ ഉണ്ടായിരുന്നു, 10 ഓവറായപ്പോൾ റൺ ഉണ്ടായിരുന്നു. അവിടുന്ന് അങ്ങോട്ട് കൊണ്ടുവന്നിട്ട് റൺ എടുത്തുകൊണ്ട് പോകാനും ഫിനിഷ് ചെയ്യാനായിട്ട് ചെന്നൈയുടെ പിന്നീടുള്ള ബാറ്റ്സ്മാർക്ക് പറ്റിയില്ല. ഒരു ഫിനിഷർ പ്രോപ്പർ ഇല്ലാത്തതിൻ്റെ ഒരു കുഴപ്പം തന്നെയാണിത്. പ്രശാന്ത് വീർ വന്ന സമയത്ത് അവിടെ ഒരു പ്രോപ്പർ ഫിനിഷർ ആയിരുന്നുണ്ടെങ്കിൽ ഒരു 10 റൺ എക്സ്ട്രാ വരേണ്ടതായിരുന്നു. ഈവൻ ശിവൻ ദുബെയും ബ്രവീസ് ഔട്ടായെങ്കിൽ പോലും അവിടെ ഒരു 10 റൺസ് പ്രശാന്ത് വീറിനും അക്കീലൂസിനും കൂടെ അവിടെ സ്കോർ ചെയ്യാൻ പറ്റിയാണ്. അക്കീലൂസിന് ആകെ ഒരു ബോളേ കളിച്ചുള്ളൂ, 3 റൺസ് എടുക്കുകയും ചെയ്തു. 9 ബോൾ കളിച്ച് പ്രശാന്ത് വീറാണ് അവിടെ ഇത് ചെയ്തത്. പിന്നീട് അവരുടെ ബോളിങ്ങിലേക്ക് വന്നപ്പോഴത്തേക്ക് പ്രോപ്പർ, അതായത് ബ്ലണ്ടറായിട്ട് യൂസ് ചെയ്ത്, അതായത് റിസോഴ്സിനെ പ്രോപ്പറായിട്ട് യൂസ് ചെയ്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഡിസർവ് ചെയ്യുന്നില്ല CSK. SRH എല്ലാ രീതിയിലും ഡിസർവ് ചെയ്യുന്നുണ്ട്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാർട്ട്ണർഷിപ്പ് സ്റ്റിച്ച് ചെയ്ത് അവരുടെ ബാറ്റ്സ്മാൻമാർ ബാറ്റ് ചെയ്തു. ബ്യൂട്ടിഫുൾ ആയിട്ട് അവരുടെ ബോളേഴ്സ് ബോൾ ചെയ്തു. ഈവൻ സ്പിന്നേഴ്സ് പോലും ഡെലിവർ ചെയ്തു. സൂപ്പറായിട്ടുള്ള ക്യാപ്റ്റൻസി. കമ്മിൻസിനെ ഋതുരാജിനും കൂടെ നയിച്ചു കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ നിൽക്കേണ്ടി വരും, ആ രീതിയിലുള്ള ക്യാപ്റ്റൻസി. സോ അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് 100% SRH ഡിസർവ്. CSK ഇനി ഈ ഒരു ടോപ്പ് 4 എത്താൻ ഡിസർവ് ചെയ്യുന്നില്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. എങ്കിലും ഇനി ചാൻസ് ഉണ്ട്, ഒരു വിദൂര ചാൻസ് ഇപ്പോഴും വിദൂര ചാൻസ് ഉണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കണം, ചെന്നൈയിൽ വന്നിട്ട് ഇഷാൻ കിഷൻ കാണിക്കുക വിസിലടിച്ചേക്കാൻ മതി കയറി പോടാ എന്ന് പറഞ്ഞുകൊണ്ടാണ് പുള്ളി ഡൈപ്പോർട്ടിൽ പോകുന്നത്. ഒന്ന് ആലോചിച്ച് ഇന്ന് ആദ്യമായിട്ട് സഞ്ജു സാംസന്റെ ഒരു അഗ്രഷൻ, ഒരു ഡെഡ് സ്റ്റെയർ ചെയ്യാൻ കണ്ടു. അവിടെ ഒരു ചെറിയൊരു
ഇഷ്യൂ ഉണ്ടായിരുന്നു ക്ലാസ്സിനുമായിട്ട്. ശരിക്കും ആവശ്യമില്ലാത്തൊരു സഞ്ജു ഒന്നും ചെയ്തില്ല, ജസ്റ്റ് സ്റ്റെയർ ചെയ്തതേ ഉള്ളൂ. അവൻ വന്നിട്ട് എന്തൊക്കെയോ പറഞ്ഞിട്ട് പോയി. അതിനകത്ത് കുറച്ച് പിന്നീട് എന്തൊക്കെയോ ഇതൊക്കെ വരുന്നുണ്ട്, എന്താ പറഞ്ഞതെന്നൊക്കെ ഉള്ളത് കുറച്ച് കടുത്ത സാധനമാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു ഇതൊക്കെ വരുന്നുണ്ട്. പക്ഷെ ആദ്യമായിട്ട് അപ്പോൾ അതല്ല, ആ ഒരു സ്റ്റംപിങ് നോക്കണേ. ഇപ്പൊ സഞ്ജുവിന് ചെയ്യാൻ പറ്റുന്ന ആ ഒരു പൊസിഷനിൽ ഇതിന്റെ ചെയ്യാൻ പറ്റുന്നത് സഞ്ജു ചെയ്തു. ആ ഒരു ബ്രില്യൻ്റ് ആയിട്ടുള്ള സ്റ്റംപിങ് ചെയ്ത് അവിടെ ഒരു മൊമെന്റം അവിടെ ബ്രേക്ക് ചെയ്ത് കൊടുത്തു. ക്ലാസിന്റെ വിക്കറ്റ് എടുത്തത് ആ ഒരു ബ്രില്യൻ്റ് ആയിട്ടുള്ള സ്റ്റംപിങ് ആണ്. അത് സഞ്ജു ചെയ്യാനുള്ള കാര്യം സഞ്ജു ചെയ്തു. ബാറ്റിങ്ങിൽ വന്നിട്ട് വലിയ ഇന്നിങ്സ് ഒന്നും അല്ലെങ്കിലും കുഴപ്പമില്ലാത്തൊരു ഇന്നിങ്സും സഞ്ജു കളിച്ചിട്ടുണ്ട്. സോ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇനി ഈ ഒന്നെങ്കിൽ ഈ കോച്ചിങ് സ്റ്റാഫിനെ അടക്കം സാക്ക് ചെയ്തിട്ട് പുതിയ കോച്ചിങ് സ്റ്റാഫിനെ നോക്കുക. അടുത്ത സീസണിൽ അതെ, എന്ത് സംഭവിച്ചാലും ക്യാപ്റ്റൻസി സഞ്ജുവിന്റെ കയ്യിലേക്ക് കൊടുക്കുക, അല്ലെങ്കിൽ ഒരു ബെറ്റർ ഓപ്ഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കണ്ടുപിടിച്ചോണ്ട് വരിക. ഇതിനകത്തില് അല്ലാതെ രണ്ട് ഋതുരാജിന് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ചെന്നൈ രക്ഷപ്പെടും. ഒന്ന്, ഋതുരാജിൻ്റെ കയ്യിൽ നിന്ന് ക്യാപ്റ്റൻസി മേടിക്കണം. രണ്ട്, ഋതുരാജിനെ പുറത്താക്കണം, ടീമിൽ നിന്ന് ബെഞ്ചിലിരുത്തണം. പുറത്താക്കണം എന്ന് ഞാൻ പറയത്തില്ല, ബെഞ്ചിലിരുത്തണം. രണ്ട്, ആ രണ്ട് പിള്ളേരെയും കൂടെ കൊടുത്തിട്ട് ഒരു നല്ല ഫിനിഷറിനെ മേടിക്കണം. 28 അല്ല, കോടി വരും കാർത്തിക് ശർമ്മ കുഴപ്പമില്ല, ഇന്ന് രണ്ടുപേരോടെ ഇംപ്രസീവ് കൊടുത്തു ആയിരുന്നു. കഴിഞ്ഞാൽ. ഞാൻ സി, ഒരു യങ് ടാലൻറ്റിനെ എടുത്ത് ഗ്രോ ചെയ്ത് കൊണ്ടുവരണം എന്നുള്ളതിന് ഞാൻ എതിരൊന്നുമല്ല. ഒരു യങ് ടാലൻറ്റിനെ എടുക്കുമ്പോൾ അതിനൊരു പേഴ്സൺ ഉണ്ട്, അതല്ല ഈ എടുത്തിരിക്കുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കണം. അല്ലാതെ യങ് ടാലൻറ്റിനെ എടുത്ത് ഗ്രൂം ചെയ്ത് കൊണ്ടുവരുന്നതൊന്നും ഞാൻ എതിരല്ല. പക്ഷെ അത് വെച്ച് നല്ലൊരു ഫിനിഷറിനെയും നല്ലൊരു സ്ട്രൈക്ക് ബോളറിനെയും മേടിക്കണം. അത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ദൈവത്തെ ഓർത്ത് സഞ്ജു സാംസണെയും ഉർവിൽ പട്ടേലിനെയും ഈ ടീമിൽ നിന്ന് വിടുക. അവർ വല്ല ടീമിലും പോയി രക്ഷപ്പെട്ടോട്ടെ. അല്ല, ഇന്ന് സ്പെൻസർ ജോൺസ് നന്നായിട്ട് ബോൾ ചെയ്തു കേട്ടോ. എറിഞ്ഞ 3 ഓവേഴ്സ് എക്കണോമിക്കലായിട്ട് തന്നെ എറിഞ്ഞു. പവർ പ്ലേ അതിന് പിന്നീട് വന്ന് എറിഞ്ഞ ഒരു ഓവറിൽ മാത്രമാണെന്ന് തോന്നുന്നു കുറച്ചൊന്ന് ഇതായത്. സ്പെൻസർ ജോൺസണൊക്കെ അവരുടെ ജോലി ചെയ്തത്, അതായത് അത്യാവശ്യം മുകേഷ് ചൗധരിയും കുഴപ്പമില്ലാതെ ബോൾ ചെയ്തു. അൻഷുൽ കമ്പോജാണ് അവിടെയും ഇന്നും ഡിസപ്പോയിന്റ് ചെയ്തത്, കുറച്ച് റണ്ണ് ഇങ്ങനെ വിട്ടുകൊടുത്തത്. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ CSK അങ്ങനെയുള്ള പോസിറ്റീവായിട്ടുള്ള ചേഞ്ചസ് കൊണ്ടുവരട്ടെ. എന്തെങ്കിലുമൊക്കെ ഈ ആൾക്കാരൊക്കെ പറഞ്ഞിട്ട് കാർത്തിക് ശർമ്മയുടെ കാര്യത്തിൽ ഞാൻ ഇന്നത്തെ മാച്ചോടുകൂടി ഞാൻ ആ പയ്യനെ കുറച്ച് എനിക്ക് എന്നെ ഇമ്പ്രസ് ചെയ്തു. പ്രത്യേകിച്ച് ആ സ്പിന്നേഴ്സിനെ ടേക്ക് ഡൗൺ ചെയ്യാൻ വേണ്ടി സ്റ്റെപ്പ് ഔട്ട് ചെയ്ത് അടിച്ച ഷോട്ട്സൊക്കെ ആ ഒരു സാഹചര്യത്തിൽ ഒരു പുതിയൊരു പയ്യൻ എന്നുള്ള രീതിയിൽ പുള്ളിക്ക് പോലും അത് ചെയ്യാൻ കാണിച്ചു എന്നുള്ളത് വെരി ഇമ്പ്രസീവാണ്. സോ എന്താണെന്ന് വെച്ചാൽ ചെന്നൈ അവരുടെ ഭാഗത്തു നിന്ന് പോസിറ്റീവായിട്ടുള്ള ഇതുണ്ടാകട്ടെ. നമുക്കിനി മൂവ് ഓൺ ചെയ്യാം ചെന്നൈയിൽ നിന്ന്. ഇനി മുന്നോട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റ് മാച്ചസ് വരുന്നുണ്ട്. ചെന്നൈ ഇനി ആർക്കറിയാം, ഇനി ഈ രീതിയിൽ പോയിക്കൊണ്ടിരുന്ന ചാൻസ് കിട്ടിയ ചെന്നൈക്ക് ഇനിയും ചിലപ്പോൾ ബാക്കി എല്ലാവരും കൂടെ വായിക്കകത്ത് വെച്ച് കൊടുക്കാനും ചാൻസ് ഉണ്ട്, ഇനിയൊരു ചാൻസും കൂടെ. സോ കണ്ടറിയാം. അപ്പോൾ നമുക്ക് എന്തായാലും ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുക ഇതിനെക്കുറിച്ചെല്ലാം. അപ്പോൾ മറ്റൊരു ക്രിക്കറ്റ് റിലേറ്റഡ് വീഡിയോയിൽ നമ്മൾ അരുൺ ബ്രോയായിട്ട് ഒത്തുകൂടുന്നതിന് വരെ ബൈ.